മലയാളം മീഡിയ .ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമാന പദ്ധതിയായ കെ ഫോണിന് പ്രവർത്തിക്കാൻ പണമില്ല. ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. 25 കോടിയാണ് വായ്പ എടുക്കുന്നത്. 5 വർഷത്തേക്കാണ് വായ്പയുടെ കാലാവധി. 8.5% മുതൽ 9.2% വരെയാണ് വായ്പയുടെ പലിശ. കെ ഫോണിന് വായ്പ നൽകണമെങ്കിൽ സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് ഇന്ത്യൻ ബാങ്ക് നിലപാടെടുത്തിരുന്നു. ഇതോടെയാണ് സർക്കാർ ഗ്യാരണ്ടി ലഭ്യമാക്കാൻ IT വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മന്ത്രിസഭയുടെ മുമ്പാകെ ഫയൽ സമർപ്പിച്ചത്. മന്ത്രിസഭ അംഗീകരിച്ചതോടെ ഈ മാസം 7-ന് വായ്പ എടുക്കാനുള്ള ഉത്തരവുമിറങ്ങി. കെ ഫോണിന്റെ പ്രവർത്തനത്തിന് മൂലധനം കണ്ടെത്താൻ ബാങ്ക് ലോൺ ലഭ്യമാക്കുക, കിഫ്ബിയിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുക, കെ ഫോണിനെ സ്റ്റാർട്ടപ്പായി അംഗീകരിച്ച് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുക തുടങ്ങിയ മാർഗങ്ങളാണ് തേടിയത്. ഇതിൽ ആദ്യം കിഫ്ബിയിൽ നിന്ന് ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമത്തോട് കിഫ്ബി കൈമലർത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതോടെയാണ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ തീരുമാനിച്ചത്. 1000 കോടിയുടെ കെ ഫോൺ പദ്ധതി 1542 കോടിയാക്കിയതിന് പിന്നിൽ വൻ അഴിമതിയാണ് നടന്നത്. കെ ഫോൺ അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കാൻ പണമില്ലാതെ കടുത്ത പ്രയാസത്തിലാണ് കെ ഫോൺ. സർക്കാർ ഓഫീസുകൾക്ക് ഇന്റർനെറ്റ് സേവനം നൽകിയ വകയിൽ കെ ഫോണിന് കിട്ടാനുള്ളത് 5 കോടി രൂപയാണ്. പണം കിട്ടാതെ കെ ഫോൺ പ്രതിസന്ധിയിലായതോടെ എല്ലാ ഓഫീസുകളും ബില്ലടയ്ക്കണമെന്ന് IT വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഒരു മാസത്തെ ചെലവ് നടത്താൻ കെ ഫോണിന് വേണ്ടത് 15 കോടി രൂപയാണ്. ലക്ഷ്യമിട്ട കണക്ഷനുകൾ നൽകാനാവാതെ വിമർശനമേറ്റുവാങ്ങുന്ന കെ ഫോൺ പദ്ധതി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നൽകിയ ഇന്റർനെറ്റ് സേവനത്തിനും പണം കിട്ടുന്നില്ലെന്നതാണ് സ്ഥിതി. ഒക്ടോബർ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ബില്ലിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ വരെ 3 മാസത്തെ ബില്ല് 5 കോടിയുടേതാണ്. പണത്തിനായി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ കൈമലർത്തി. തുടർന്നാണ് ഓരോ സർക്കാർ ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും പ്രത്യേകം ബില്ലയക്കാൻ IT വകുപ്പ് നിർദ്ദേശിച്ചത്. എന്നാൽ ഇതുകൊണ്ടൊന്നും കെ ഫോണിന്റെ പ്രവർത്തനം സുഗമമാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ വായ്പ എടുക്കുന്നതിലൂടെ തെളിയുന്നത്.